ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ന്യൂ നമ്പേഴ്സ് എന്ന പാഠമാണ്. റൂട്ടിനെ സംബന്ധിക്കുന്ന ഒരു ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിലേക്ക് കിടക്കാം. ഫസ്റ്റ് നമ്മൾ പൈതഗോറസ് തിയറത്തിൽ പഠിച്ചതായിരുന്നു. ഇത് 1 ആണെങ്കിൽ ഇത് √2 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് √2 1 എടുത്തു. ഇതെന്ന് പറയുന്നത് √2² പ്ലസ് 1², അതായത് 2 പ്ലസ് 1 3. സൈഡിൻ്റെ സ്ക്വയർ ആണ് 3, അപ്പോൾ സൈഡ് ഈക്വൽ ടു √3. √3 ഇവിടെ നിന്നും 1 പോകുമ്പോൾ √4 2 ആണ്. √4 1 √5 ഇങ്ങനെ ഇത് സർക്കുലേറ്റ് ചെയ്ത് പോകും എന്നുള്ളതാണ് ആ ഒരു ഫസ്റ്റ് പോർഷനിൽ പറയുന്നത്. പിന്നെ √2നെ ഒരു ഫ്രാക്ഷനായിട്ട് എഴുതാൻ പറ്റില്ല. ഓക്കെ, കാര്യം അത് ഇറാഷണൽ നമ്പറാണ്. പക്ഷെ √2ൻ്റെ വാല്യൂ നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടതുണ്ട്. ഇറാഷണൽ നമ്പർ ആണെങ്കിൽ അതിൻ്റെ വാല്യൂ നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത് ഉള്ളത് കൊണ്ട് എങ്ങനെയാണെന്ന് നോക്കാം. √1നേക്കാളും √2 വലുതാണ്, എന്നാൽ √4നേക്കാൾ ചെറുതുമാണ്. √1 1 ആണ്, √4 2 ആണ്. അപ്പോൾ √2ൻ്റെ വാല്യൂ 1നും 2നും ഇടയിലാണെന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഇനി 1.5ൻ്റെ സ്ക്വയർ എടുക്കുക, അത് 2.25 ആണ്. ഓക്കെ, അപ്പോൾ 1.1നും 1.5നും ഇടയിലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പിന്നെ 1.4 എടുക്കുക. 1.4ൻ്റെ സ്ക്വയർ അപ്രോക്സിമേറ്റ്ലി √2നോട് ഈക്വൽ ആകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഏകദേശ വാല്യൂ √2 അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എന്നാണ് നമ്മൾ എഴുതുക. ഈക്വൽ സൈൻ ഇട്ടില്ല, കാര്യം √2ൻ്റെ വാല്യൂ കറക്റ്റ് പറയാൻ പറ്റില്ല. ഏകദേശം 1.4നോട് ഈക്വൽ ആണ്. പിന്നെ നമ്മൾ 4 1 4 2 4 3 ഇട്ട് നോക്കുക, ഏതാണ് √2നോട് അടുത്ത് നിൽക്കുന്നത് അതായിരിക്കും അതിൻ്റെ വാല്യൂ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ റൂട്ട് കണ്ടുപിടിക്കുന്നത്. ഇറാഷണൽ നമ്പറിൻ്റെ റാഷണൽ നമ്പർ ആണെങ്കിൽ നമുക്ക് പറ്റും. ഫോർ എക്സാമ്പിൾ √4 ആക്കി ഡിറ്റർമിൻഡ് ആണ് 2 ആണ്, പക്ഷേ √2 നമുക്ക് എക്സാക്ട്ലി പറയാൻ പറ്റില്ല. ഈ രീതിയിലാണ് കണ്ടുപിടിക്കുന്നത്. പിന്നെ നമുക്ക് വരുന്നത് അഡീഷൻ ഓഫ് റൂട്ട്സ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ √2 പ്ലസ് √3 is not equal to √5. ഓക്കെ, അത് തെറ്റായ രീതിയാണ്. √2നും √3യും കൂട്ടിയാൽ √5 കിട്ടുന്നത്. 2 റൂട്ട് കൂട്ടുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള നമ്പേഴ്സ് അല്ല കൂട്ടേണ്ടത്, അതിൻ്റെ വാല്യൂസ് ആണ് കൂട്ടേണ്ടത്. ഫോർ എക്സാമ്പിൾ √2 ഈക്വൽ ടു 1.414 ആൻഡ് √3 ഈക്വൽ ടു 1.732. ഈ 2 ഡെസിമൽസ് ആണ് കൂട്ടേണ്ടത്. ഓക്കെ, അപ്പോൾ അപ്രോക്സിമേറ്റ്ലി നമുക്ക് 6 4 3.146 കിട്ടും. അപ്പോൾ √2 പ്ലസ് √3 അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 3.146. ഓക്കെ, ഇതേ രീതിയാണ് സബ്ട്രാക്ഷനും വരുന്നത്. ഇപ്പോൾ √3 മൈനസ് √2, ഇപ്പോൾ എന്ത് ചെയ്യും? √3ന് 1.732 മൈനസ് √4ന് 1.414 കുറയ്ക്കുക. ഓക്കെ, 1.318 കിട്ടും. ഓക്കെ, ഇങ്ങനെയാണ് അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ചെയ്യുന്നത്. മൾട്ടിപ്ലിക്കേഷൻ ആവുമ്പോൾ അവിടെ ഈ റൂള് ബാധകമാണ്. ഇപ്പോൾ √2 ഇൻറ്റു √3 ഈക്വൽ ടു ഇത് രണ്ടും കൂടി ഗുണിക്കുക, √6 വരും. √10 ഇൻറ്റു √2 ഈക്വൽ ടു √20. മൾട്ടിപ്ലിക്കേഷൻ ആ റൂളാണ്. ഡിവിഷനും ദ സെയിം. ഫോർ എക്സാമ്പിൾ ഹോൾ റൂട്ട് ഓഫ് 20/10. ഓക്കെ, ഇപ്പോൾ രണ്ടിനും ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനും റൂട്ട് കൊടുക്കുക, അതായത് √20/√2. ഓക്കെ, ഇത് മൊത്തത്തിൽ എടുക്കുമ്പോൾ √10 എന്ന് കിട്ടും. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ ആണെങ്കിൽ √4 ഇൻറ്റു √5/√2 എഴുതാമല്ലോ. 2√5/√2 അങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് എഴുതണമെങ്കിൽ എഴുതാം, നിർബന്ധമില്ല. ഇതിൻ്റെ ആൻസർ √10 എന്ന് ഡയറക്റ്റ്ലി എഴുതിയാലും മതി. ഓക്കെ, ഇങ്ങനെയാണ് ഡിവിഷൻ. ഈ 4 കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ വരുന്നത്. വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്. താങ്ക് യു.